ഏട്ടൻ അല്പം കൂടി ശ്രദ്ധയോടെ ഇരിക്കണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നടക്കില്ലായിരുന്നു. കാർത്തികയ്ക്ക് അത്രത്തോളം ഫ്രീഡം കൊടുക്കാൻ പാടില്ലായിരുന്നു. അവൾ ആദ്യം അബിയുടെ ഓഫീസ് റൂമിൽ ഇരുത്തുന്നതിന് പകരം സ്റ്റാഫുകളുടെ റൂമിൽ ഇരുത്തിയാൽ മതിയായിരുന്നു. അവസാനം നിങ്ങൾ തന്നെ സ്റ്റാഫുകളുടെ കൂട്ടത്തിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നു. ഇന്നലെ വരെ ഇവന്റ്സ് നടത്തിക്കൊണ്ടിരുന്ന നിങ്ങള് ഇന്നു മുതൽ ജോലിക്കാരെ പോലെ ജോലി ചെയ്യണം. 50 ലക്ഷം രൂപ കടം തീർക്കണം. എനിക്കൊരുപാട് വിഷമം തോന്നുന്നു. അതിന് കാരണക്കാരി ഞാനാ ചേച്ചി. ആ സമയത്ത് ഞാനങ്ങനെ പറയാനേ പാടില്ലായിരുന്നു. ദയവ് ഇതെന്നോട് ക്ഷമിക്ക് ഭാസ്കരേട്ടാ. അല്ല വസു, നീയാണ് ഞങ്ങളോട് ക്ഷമിക്കേണ്ടത്. നീ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഏട്ടന് സ്വന്തമായിട്ട് ഇവന്റ് നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. അത് ഞങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അങ്ങനെയൊന്നും അല്ല ചേച്ചി. ഭാസ്കരേട്ടൻ സ്വന്തമായിട്ട് ചെയ്ത എല്ലാ ഇവന്റ്സും സക്സസ് ആയിരുന്നു. ഭാസ്കരേട്ടന്റെ കാര്യത്തിൽ ഏട്ടന് വളരെ സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ ഏട്ടൻ ഇന്ന് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തന്നെ ഭയങ്കര അതിശയമായിരുന്നു. ഏട്ടന്റെ ഭാഗത്തു നിന്ന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്തിനാ മോളെ സോറി? അഭി നിനക്ക് ഭർത്താവാണെങ്കിൽ എനിക്ക് അനിയനാണ്. അവൻ എന്നെക്കാളും കൂടുതൽ അറിയാം. അവനെടുത്ത ഡിസിഷനും കറക്റ്റാണ്. അഭി അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു വിഷമവും ഇല്ല മോളെ. ഒരുമിച്ച് ജോലി ചെയ്യേണ്ട സ്ഥലത്ത് തൊഴിലാളിയെ പോലെ ജോലി ചെയ്യുന്നത് ബുദ്ധിമുട്ട് തന്നെയല്ലേ ഭാസ്കരേട്ടാ? ഓണറാണെങ്കിലും വർക്കറാണെങ്കിലും ഇത് നമ്മുടെ ബിസിനസ് അല്ലേ മോളെ. ഇതിലെ ലാഭവും നഷ്ടവും ശരിയും തെറ്റുമൊക്കെ നമ്മൾ തന്നെ നോക്കണം. വർക്കേഴ്സിനോടൊപ്പം ജോലി ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ലെവലൊക്കെ എന്താ നടക്കുകയെന്ന് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ചെറിയ ചെറിയ തെറ്റ് പോലും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെയാ അഭി എന്നോട് ആ ജോലി ചെയ്യാൻ പറഞ്ഞത്. എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട്, ഞാൻ കൂടുതൽ ജോലിയിൽ ശ്രദ്ധിക്കാനായിട്ട് അവൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഏട്ടൻ പറയുന്നത് കേൾക്കുമ്പോ അതാണ് സത്യം തോന്നുന്നു. അഭി എന്തോ ദേഷ്യത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ അവൻ ആലോചിച്ചാണ് പറഞ്ഞതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അഭിക്ക് എന്നോട് വളരെ സ്നേഹമുള്ളത് അവൻ എന്ത് ദേഷ്യം ഉണ്ടാവാനാ ഭാവനെ. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞ അച്ഛനെ പോലെ തന്നെയാ അവൻ എന്നെ ഓരോ നിമിഷവും കാണുന്നത്. 50 ലക്ഷമല്ല, 50 കോടി നഷ്ടം വന്നാലും അതിലവനൊരു മാറ്റം ഉണ്ടാവില്ല. അഭി എപ്പോഴും ഞങ്ങൾക്ക് അവസരം തരികയല്ലാതെ ആ അവസരങ്ങളെ ഇല്ലാതാക്കില്ല. താങ്ക് യു ഭാസ്കരേട്ടാ. ഏട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഭാസ്കരേട്ടന് വിഷമാവുന്ന കരുതി. ഏട്ടനെ വളരെ നന്നായിട്ടാ മനസ്സിലാക്കിയിരിക്കുന്നെ. അഖിലും ഇങ്ങനെ തന്നെയാ. ഏട്ടനെ വേർതിരിച്ച് കാണുകയില്ല. ഏട്ടൻ അനിയന്മാർ 3 പേരുടെയും ബന്ധം എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം. ശരിക്കും നിങ്ങൾ ഗ്രേറ്റ് ആണ്. നമ്മളെല്ലാം പുറത്തുനിന്ന് വന്നവരാ വസു. പക്ഷെ ഇവര് 3 പേരും ഒരേ അമ്മയുടെ മക്കളാ, ഒരുമിച്ച് വളർന്നവർ. ആ ബന്ധത്തിന്റെ ശക്തി എപ്പോഴും വലുതാ. ഒരുമിച്ച് ജനിച്ച് വളർന്നവർ, അതിൽ എത്ര പേര് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ചേച്ചി. എല്ലാവരും സ്വന്തമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയ ഓരോരുത്തരും ഓരോരുത്തരുടെ വഴിക്ക് പോകാൻ തുടങ്ങും. ഞങ്ങൾ എല്ലാവരും ഒന്നായിരിക്കാൻ കാരണം ആദ്യം ഞങ്ങളുടെ അച്ഛനും അമ്മയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ തന്നെയാ മോളെ. ഭാവനയാണെങ്കിലും നീയാണെങ്കിലും നമ്മളെല്ലാവരും ഒന്നായിരിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. കാർത്തിക ചെറിയ കുട്ടിയാ, അവക്കിനിയും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം അവള് നിങ്ങളെപ്പോലെ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. കാർത്തിക അങ്ങനെ വിചാരിച്ചില്ലെങ്കിലും വസു കാർത്തികയുടെ മനസ്സ് മാറ്റി അങ്ങനെ വിചാരിക്കുന്ന പോലെ ആക്കി തീർക്കും, അറിയോ? നിങ്ങൾ ചിരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുക. സംഭവിച്ചതെല്ലാം മറന്നേക്ക് ഭാസ്കരേട്ടാ. അഖിലും ഭാസ്കരേട്ടനും കഷ്ടപ്പെട്ടോളൂ. ചേച്ചി ഞാനും തുണയായി ഉണ്ടാവും. എത്രയും വേഗം തന്നെ നമുക്ക് 50 ലക്ഷത്തിന്റെ കടം തീർക്കാം. ഇത്തവണ നമ്മളോടൊപ്പം ചേർന്ന് അഖിലും സ്വന്തമായിട്ട് ഇവന്റ് ചെയ്യണം. അതാ എന്റെ ആഗ്രഹം.
ആ എഗ്രിമെന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കിട്ടാതിരിക്കില്ല. അയ്യോ, രാവിലെ മുതലേ ഏട്ടൻ ഭയങ്കര ദേഷ്യത്തില. ഇതുവരെ ആ ദേഷ്യം കുറഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നേ. ഡിന്നർ കഴിക്കുന്ന സമയത്തും ഏട്ടൻ സീരിയസ് ആയിരുന്നു. എന്നെ ഒറ്റയ്ക്ക് വിടുന്ന് പറഞ്ഞ് എന്നോട് വഴക്കും പറഞ്ഞതോ. മിണ്ടാതെ കുട്ടികളടുത്ത് പോയി കിടന്ന് ഉറങ്ങുന്നതാ നല്ലത്. ഒന്ന് നിൽക്ക്. എന്താ ഏട്ടാ? അല്ല, താനിപ്പോ എങ്ങോട്ട് പോവാ? അത് എന്റെ അടുത്ത് ഓടി രക്ഷപ്പെടുകയാണോ? ഇല്ല ഏട്ടാ. മര്യാദയ്ക്ക് കള്ളം പറയാനെന്ന് എനിക്കറിയില്ലേ? അത് ഞാൻ ഇവിടെ നിന്ന് ഏട്ടന് ശല്യമാകുമെന്ന് കരുതി. അങ്ങനെ ഞാൻ പറഞ്ഞോ? അല്ല, രാവിലെ ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞേ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞില്ലല്ലോ. അപ്പോ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. അഖില മഹേഷ് എന്ന് പറയുന്ന ഒരു റൗഡി അടിച്ചു. അതിനുശേഷം നിങ്ങൾ എല്ലാരും കൂടെ പോയി ആ മഹേഷിനെ അടിച്ചു. ഞങ്ങളല്ല അടിച്ചത്, ഏട്ടൻ അടിച്ചത്. ശരി, ഞാൻ തന്നെ അടിച്ചത്. അതിനുശേഷം കാർത്തിക ഓഫീസ് ജോലികൾ ഏൽപ്പിച്ച് നമ്മൾ തന്റെ വീട്ടിലേക്ക് പോയി. എന്റെ വീട്ടിൽ പോയപ്പോ ഉണ്ടായിരുന്ന സന്തോഷമേ മറന്നുപോയി. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഓഫീസിലൊരു ഭാര്യയും ഭർത്താവും വന്ന് അവരുടെ മകളുടെ മൈലാഞ്ചി കല്യാണം നടത്തുമെന്ന് ചോദിച്ചു. ഈ ഇവന്റിന്റെ വർത്ത് 5 ലക്ഷം. ഈ ഈവന്റിൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ 50 lakhs പെനാൽറ്റി അടയ്ക്കണമെന്ന് എഗ്രിമെന്റും ചെയ്തിട്ടുണ്ട്. അതെ, വരുമാനം കുറവാണെങ്കിലും ചെലവ് 10 ഇരട്ടി 100 ഇരട്ടി പോലെ ഉണ്ട്. ഇടയിൽ കയറി സംസാരിക്കല്ലേ പ്ലീസ്. താങ്ക് യു. അത് മഹേഷ് ഇട്ട സ്കെച്ചാണെന്ന് അവൻ പറഞ്ഞെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അവനെ അടിച്ചതുകൊണ്ട് അവർ റിവഞ്ച് എടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ, എന്താ ഒന്നും മിണ്ടില്ലേ? ഏട്ടനല്ലേ സൈലന്റ് ആയിട്ടിരിക്കാൻ പറഞ്ഞേ. അത്രയ്ക്കും അനുസരണ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരി, പറഞ്ഞോ. ഈ മഹേഷ് എന്ന് പറയുന്നവൻ ഞാൻ ഓഫീസിൽ ഇല്ലാത്ത സമയം നോക്കി കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഏട്ടനെ അഖിലിനെ ചതിച്ചിരിക്കുക. ആ, മറ്റൊരു കാര്യം ഏട്ടൻ മറന്നുപോയി. കാർത്തികയുടെ മെന്റാലിറ്റി എങ്ങനെയാണെന്ന് ആ മഹേഷിന് അറിയാമെന്നാ എനിക്ക് തോന്നുന്നത്. യെസ്, യു ആർ റൈറ്റ്. അതുകൊണ്ടാ ഇത്ര നന്നായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ 50 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവൻ നമ്മളുടെ മാനം മുഴുവൻ കളയും. കമ്പനിയുടെ ഗുഡ് വില്ല് തന്നെ അവൻ നശിപ്പിക്കും. അപ്പോഴേ അവന് നല്ല സ്ട്രോങ് അടി കൊടുക്കേണ്ടതായിരുന്നു. എങ്കിൽ ആ തെമ്മടിക്ക് ബുദ്ധി വന്നേനെ. അന്ന് നമ്മളൊരു ചെറിയ അടിയിൽ വിട്ടു. ഇനി നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാം. നമ്മുടെ മാനവും മര്യാദയും നഷ്ടപ്പെടാതെ, പണവും നഷ്ടപ്പെടാതെ അവനൊരു പാഠം പഠിപ്പിക്കണം. അല്ല, തനിക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? അവര് മനഃപൂർവ്വം അങ്ങനെ പ്ലാൻ ചെയ്തതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എന്നാലും അവര് ചെയ്തത് ഒരു ക്രൈം ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടായിരിക്കും. അത് കണ്ടുപിടിക്കാൻ പറ്റി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആ ക്ലൂ എന്താണെന്നുള്ളത് അത് എഗ്രിമെന്റിൽ നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. ഇവന്റ് മുഴുവൻ നന്നായി നടന്നുവെന്നും അവസാനം ഒരു ചെറിയ തെറ്റ് സംഭവിച്ചുവെന്നും ആ തെറ്റ് സംഭവിച്ചത് അവര് കാരണമാണെന്നും ഭാസ്കരേട്ടനും അഖിലും പറഞ്ഞു.
തെറ്റ് അവര് കാരണം തന്നെ സംഭവിച്ചതുകൊണ്ട് അത് നമുക്കൊരു ക്ലൂ ആയിട്ട് വന്നേക്കാം. എക്സാക്ട്ലി. ഞാനും ഇതിനെപ്പറ്റി ആലോചിച്ചതാ. ഹലോ, എന്താ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? അല്ല, തന്റെ തോട്ട് ഞാൻ കോപ്പി അടിച്ചതാണോ? എടോ, സത്യമായിട്ട് എനിക്ക് ഈ തോട്ട് നേരത്തെ ഓർമ്മ വന്നതാ. വിശ്വസിക്കില്ല അല്ലേ? എടോ സത്യയുടെ ഐ സ്വെയർ. ഈ എഗ്രിമെന്റിനെ പറ്റി ഞാൻ നേരത്തെ ആലോചിച്ചതാണ്. വസുന്ധര, ഞാൻ കള്ളം പറയും തോന്നുന്നു. ഞാൻ സമ്മതിക്കുന്നു. താങ്ക് യു. തനിക്ക് ഉറക്കം വരുന്നുണ്ടോ? രാവിലെ തൊട്ടേ ഏട്ടന്റെ ദേഷ്യം കണ്ട് ഞാൻ ടെൻഷനിലിരിക്കായിരുന്നു. എനിക്ക് ഒരുപാട് സ്ട്രെയിനുമായി. തന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. സാരല്ല ഏട്ടാ, ഈ പ്രശ്നം നമ്മൾ രണ്ടുപേരും നേരിടേണ്ടതല്ലേ. ശരി, സൊല്യൂഷൻ ഞാൻ തന്നെ ആലോചിക്കാം. താൻ പോയി കിടന്നോളൂ. ഞാൻ കുട്ടികളുടെ റൂമിൽ പോയി കിടന്നോളാം ഏട്ടാ. ഏട്ടനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. താൻ എനിക്ക് ഒരു ഡിസ്റ്റർബൻസും അല്ല. നമ്മുടെ റൂമിൽ തന്നെ കിടന്നോളൂ. ഓക്കെ ഏട്ടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വേഗം കിടന്നുറങ്ങാൻ നോക്ക്. അമ്മേ, എന്തെങ്കിലും വേണമായിരുന്നോ? ഒന്നും വേണ്ട വസു, അബിയോടൊന്ന് സംസാരിക്കണം. ഉണ്ണി, അനു, കീർത്തി, വാ നമുക്ക് താഴേക്ക് പോവാം. അത് വേണ്ട മോളെ. നീ അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. എന്താ അമ്മേ കാര്യം? നിന്നെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത് ബി. ഭാസ്കറിന്റെ അഖിലിന്റെ കാര്യത്തില് നിന്റെ തീരുമാനത്തില് നീ ഒന്ന് മാറ്റി ചിന്തിക്കണം. അവർക്ക് നീ കൊടുത്ത ശിക്ഷ ന്യായം തന്നെയാണ്. പക്ഷേ എനിക്കും നിന്റെ അച്ഛനും വേദനിക്കുന്നുണ്ട്. സോറി അമ്മേ.
ഏട്ടനെ അഖിലിനെയും ഞാൻ ശിക്ഷിച്ചതല്ല, റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചതാണ്. കാർത്തികയുടെ കാര്യം അറിയാമായിരുന്നിട്ടും അവർ രണ്ടുപേരും കെയർലെസ്സായി. അവരിനിയും ഇതുപോലത്തെ തെറ്റുകൾ ചെയ്യാതിരിക്കണമെങ്കിൽ രണ്ടുപേർക്കും കോൺസെൻട്രേഷൻ വരണം. അത് ശരിയാണ് ബി. പക്ഷേ സ്വന്തം ഓഫീസിൽ തന്നെ അവര് വർക്കേഴ്സിനെ പോലെ ജോലി ചെയ്യാന്ന് വെച്ചാ അത് കഷ്ടമുള്ള കാര്യമാണമ്മേ, എനിക്കത് മനസ്സിലാവും. അതുപോലെ ഭാസ്കരേട്ടനും അഖിലും ഉത്തരവാദിത്വം ഉള്ളവരായിരിക്കണമെന്ന് ഒന്ന് മനസ്സിലാക്കണമല്ലോ. കാർത്തിക ചെയ്ത തെറ്റിന് ഭാവനെ കഷ്ടപ്പെടുത്തണോ അബി? ഭാസ്കർ പ്രായത്തിൽ നിന്നേക്കാൾ മൂത്തതാ. അവൻ നിന്നെ എടുത്ത് നടന്നതാ. നീ അഖിലിനെയും തോളിലെടുത്ത് നടന്നിട്ടുണ്ട്. അതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏട്ടനോടും അനിയനോടും അച്ഛനും അമ്മയ്ക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതുപോലെ തന്നെ എനിക്കും ഇഷ്ടമുണ്ട്. ഏട്ടത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കുള്ള അതേ സ്ഥാനം തന്നെയാണ്. അതുപോലെ തന്നെ ഏട്ടത്തി എന്നെ മകനെ പോലെ കാണുന്നത്. അച്ഛനെയും അമ്മയെയും ഏട്ടത്തിയും അതുകൂടാതെ കാർത്തികയും കഷ്ടപ്പെടുത്തുന്ന കാര്യം ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഏട്ടൻ ഒറ്റയ്ക്ക് ഈവൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ തീരുമാനം എടുക്കാനാവാതെ വിഷമിക്കുന്നുണ്ട്. അഖിലിനാണെങ്കിൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ടാണ് അവനോട് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞത്. കുറച്ച് നാളത്തേക്കേ ഉള്ളൂ അമ്മേ, അത് കഴിയുമ്പോഴേക്കും എല്ലാം ശരിയായിക്കോളും. ഞാൻ ഓഫീസിലില്ലെങ്കിൽ പോലും ഏട്ടനെ അഖിലിനെയും കൊണ്ട് ഈവൻസ് ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടിയാണമ്മേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. 50 ലക്ഷമൊക്കെ അറേഞ്ച് ചെയ്യാന്ന് വെച്ചാ എനിക്കത് വലിയ കാര്യമല്ല. ഞങ്ങള് സഹോദരന്മാർക്കിടയിൽ ഈ കണക്കൊന്നും ഒരു പ്രശ്നമല്ല അമ്മേ. കുഞ്ഞുനാളിലെ ഞങ്ങൾക്കിടയിൽ സ്നേഹമുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പണമൊക്കെ ഒരു പ്രശ്നമാണോ അമ്മേ? ഞങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുമെന്നല്ലാതെ പണത്തിനു വേണ്ടി പിരിയുന്നവരായിരിക്കില്ല അമ്മേ. ഈ കാര്യങ്ങള് എൻ്റെ ഏട്ടനും അഖിലിനും അറിയാം. അവർക്കെന്നെ നന്നായിട്ട് മനസ്സിലാവും. അവര് നിന്നെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നിന്നോട് തർക്കിക്കാതിരിക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കളായ ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ക്ഷമിക്കാൻ പറ്റുമോന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. നിന്നെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും. ഞങ്ങൾ 3 പേരും എന്നും ഒന്നായിരിക്കും അമ്മേ. ഞങ്ങളിൽ ഒരാൾ വേദനിച്ചാൽ പോലും അത് 3 പേർക്കും വേദനിക്കും. അമ്മയ്ക്കച്ഛനും ഞാനിതാ വാക്ക് തരുന്നു. ഏട്ടനെ അഖിലിനെ എന്നെക്കാളും നന്നായി ഞാൻ ബെറ്ററാക്കി എടുക്കും. കാർത്തികയെ വസു സപ്പോർട്ട് ചെയ്ത പോലും ഏട്ടനും അഖിലിനും വേണ്ടിയാ. വിഷമിക്കാതിരിക്കമ്മേ. വേഗം തന്നെ ഇതെല്ലാം ശരിയാകും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യും. ഈ വീടിന്റെ സന്തോഷവും സമാധാനവും നിന്റെ കയ്യിലും അബിയുടെ കയ്യിലും ആയിരിക്കുന്നത് മോളെ. എല്ലാവർക്കും നല്ലത് വരണേന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മാത്രമാ. എന്തു വന്നാലും നിങ്ങൾ നോക്കിക്കൊള്ളുമെന്ന് എനിക്കും നിന്റെ അമ്മാവന് ധൈര്യമുണ്ട്. അമ്മയുടെ ഈ വിശ്വാസം ഞങ്ങൾ ഒരിക്കലും തകർക്കില്ല അമ്മേ. ഏട്ടൻ തന്നെ അമ്മയ്ക്ക് വാക്ക് തന്നല്ലോ, ഉറപ്പായിട്ട് നല്ലതേ നടക്കൂ. അമ്മേ, എനിക്ക് ഓഫീസിൽ പോകാനും ടൈമായി, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും ടൈമായി. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ മക്കളെ വേഗം ഇറങ്ങും.